എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ദൈവിക ദൂതന്മാരുണ്ടോ ഇല്ലയോ. എന്നാൽ ബൈബിൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവിക ദൂതന്മാരുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവിക ദൂതന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഏകദേശം 300-ലധികം തവണ ദൂതന്മാരെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവിക ദൂതന്മാർ നമ്മളെ സംരക്ഷിക്കുന്നു. അതിന് അടിസ്ഥാനമായി സങ്കീർത്തന പുസ്തകം 34:7 പ്രകാരം പറയുന്നു, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നമ്മളെ വിടുവിക്കുന്ന ദൂതനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൂതനോടല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ദൂതന്മാരിറങ്ങി സംരക്ഷിക്കുവാൻ തക്കണ്ണമിടയാകും. ആ ദൂതന്മാരുടെ പ്രത്യേകത, ദൈവിക വചനത്തിന്റെ ആജ്ഞയാണ് അവർ അനുസരിക്കുന്നത്. മാനുഷിക ആജ്ഞയല്ല. ദൈവവചനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവവചനപ്രകാരം ദൈവികാജ്ഞകൾ അനുസരിച്ച് ദൂതന്മാർ ചലിക്കുവാൻ തക്കണ്ണമിടയാകും. നിന്നെ തകർക്കുമെന്നും വെല്ലുവിളിക്കുമെന്നും പറയുമ്പോൾ സങ്കീർത്തനം ഹല്ലേലൂയ ഇപ്രകാരം പറയുന്നു, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാ, ഹല്ലേലൂയ, ദൈവത്തെ, യഹോവയെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവനെ ദൈവിക ദൂതന്മാർ സംരക്ഷിക്കും. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. തകർക്കാൻ പറ്റത്തില്ല. ഓ ഹല്ലേലൂയ. യെസ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംരക്ഷിക്കുന്ന ദൈവിക ദൂതന്മാരെ കുറിച്ച് ഒരനുഭവം ഉണ്ടാകുവാൻ തക്കമിടയായി. ഞാൻ സൗദിയിലേക്ക് പോകുവാൻ വിസയും കാര്യങ്ങളൊക്കെ അത് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ദർശനത്തിലേക്ക് ഞാൻ പോകുവാൻ തക്കമിടയായി. ആ ദർശനത്തിൽ ഞാൻ കണ്ടത് മുകൾ ഭാഗം എല്ലാം ഓപ്പണായ ഒരു ജീപ്പാണ് ഞാൻ കണ്ടത്. ആ ജീപ്പിൽ ലെഫ്റ്റ് സൈഡിൽ ഞാനിരിക്കുന്നു, റൈറ്റ് സൈഡിൽ ഒരു ഏഞ്ചല് ഇരുന്ന് വാഹനം ഓടിക്കുന്നു. അതിൻ്റെ ബാക്കിലത്തെ സീറ്റുകളിൽ 2 ദൂതന്മാരെ ഞാൻ കണ്ടു. ടോട്ടൽ 3 ദൂതന്മാരാ. അവര് ഇങ്ങനെ വാഹനം ഓടിച്ചോണ്ട് പോവുകയാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ റോഡിൽ കൂടെ ഒന്നുമല്ല പോകുന്നത്. ഞാൻ കാണുന്നത് ആകാശത്തുകൂടെ ഈ പാർക്കുകളിലൊക്കെ പോകുമ്പോൾ ആകാശത്തുകൂടെ പോകുന്ന ട്രാക്കുകൾ നമുക്ക് കാണാം. എക്യുപ്മെന്റുകളൊക്കെ ഓടിക്കുവാൻ തക്കവണ്ണമുള്ള വിനോദപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആ ട്രാക്കുകൾ, അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വാഹനം ഓടിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രത്യേക ട്രാക്കിലാണ് ഈ വാഹനം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ആകെ ഭയപ്പെടുവാൻ തക്കണ്ണമിടയായി. വാഹനം നേരെ പോകുന്നത് മാത്രമല്ല, നേരെ തലകുത്തി മറിഞ്ഞ് അങ്ങനെ പോകുന്നതൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. ആ സമയത്ത് ഞാൻ ദൂതനോട് ചോദിച്ചു, ഇത് ഞാൻ വീണു പോകും, ഞാൻ തകർന്നു പോകും എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ എന്നെ നോക്കിക്കൊണ്ടൊരു മറുപടി പറഞ്ഞു, നീ താഴെ പോകത്തില്ല, നീ മറിഞ്ഞു പോകത്തില്ല, ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്. ഞാൻ അക്ഷരാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഭയങ്കരമായി സർപ്രൈസ് ആയിപ്പോയി. ഇതൊരു കഥയല്ല, ഇതൊരു ദൈവികമായ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവിക ദൂതന്മാരുണ്ട്. നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം നമുക്കുണ്ടാകുവാൻ തക്കണ്ണമിടയാകും. ഹല്ലേലൂയ. നമ്മളെ സൂം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറ്റർഡേ, വെനസ്ഡേ ദിവസങ്ങളിൽ നമുക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. അനേക സാക്ഷ്യങ്ങൾ കർത്താവ് സൂം മീറ്റിംഗിൽ കൂടി തരുവാൻ തക്കണ്ണമിടയായി. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി സംരക്ഷിക്കട്ടെ. God bless you.